വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ജാതി മത ചിന്തകൾ കുത്തിത്തിരികെ കയറ്റിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണം. ഒരു കോംപ്രമൈസും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകരുത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പലപ്പോഴും വർഗീയതയും രാഷ്ട്രീയതയും അത് കൂട്ടിക്കലർത്തിക്കൊണ്ട് മത ചിന്തകളും ജാതി ചിന്തകളും ഉണ്ടാക്കി ഈ മനുഷ്യ സമൂഹത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് നേടാൻ വരുന്നവരെ തിരസ്കരിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടാകണം. എപ്പോഴും അന്തസ്സോടെ തല ഉയർത്തി നമ്മുടെ അഭിമാനത്തെ ചോർന്നു പോകാതെ അഭിമാനത്തോടെ ഓരോ ചുവടും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഈ നാട്ടിലെ ഓരോ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകണം. കുട്ടികൾക്കും അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം ഉണ്ടാകണം. ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനായാലും എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ്. ഏത് ജാതി മതസ്ഥരും ഒന്നുപോലെയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ജാതി മത ചിന്തകൾ കുത്തിത്തിരികെ കയറ്റിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണം. ഒരു കോംപ്രമൈസും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകരുത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പലപ്പോഴും വർഗീയതയും രാഷ്ട്രീയതയും അത് കൂട്ടിക്കലർത്തിക്കൊണ്ട് മത ചിന്തകളും ജാതി ചിന്തകളും ഉണ്ടാക്കി ഈ മനുഷ്യ സമൂഹത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് നേടാൻ വരുന്നവരെ തിരസ്കരിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടാകണം. ഈ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരായിട്ട് വരണം. കുറേ നാൾ ഞാനും നിങ്ങളുടെ കൂടെ ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുള്ളതല്ലേ. അന്നത്തെ പാർട്ടി എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം തന്നപ്പോഴൊക്കെ ഈ നാട്ടിലെ ഓരോ ജനങ്ങളോടും ഒപ്പം ജാതിയോ മതമോ നോക്കാതെ അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, ഓരോ ആളിൻ്റെയും സങ്കടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ട് സാധിക്കാവുന്നത് ചെയ്യാനുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അധികാരമോഹമെന്ന് ആക്ഷേപിച്ചാൽ അധികാരം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നവരുടെ വാക്കുകളാണ് വന്നിട്ടുള്ളത്. അതാണ് എനിക്കതിന് പറയാനുള്ള മറുപടി. ഈ കാലം അത്രയും നിങ്ങളോടൊക്കെ ഞാൻ ആരുടെയെങ്കിലും കൊടി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്ന് എൻ്റെ വീട്ടിലെ ഔട്ട് ഹൗസിലായിരുന്നല്ലോ ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഏതെങ്കിലും മനുഷ്യരിൽ നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരാൾ പറയട്ടെ, ഏത് ജാതി മതസ്ഥരാന്ന് ചോദിച്ചിട്ടുണ്ടോ? എത്രയോ പാവപ്പെട്ട മനുഷ്യർ. ഇത് തൊട്ടപ്പുറത്തല്ലേ എൻ്റെ വീട്. എത്ര മനുഷ്യരാണ് ഓരോരോ ആവശ്യങ്ങളായിട്ട് വരുന്നത്. നമ്മൾ ആരെങ്കിലും വലിയ ആൾക്കാരാണോ? നമ്മളൊന്നും വലിയ ആളല്ല. നമുക്ക് വരുന്ന ആ അധികാരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സമയം കളയാതെ ചെയ്യണം. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്.